മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഒരു കൂട്ടം അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകർ സംഭവസ്ഥലത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും രാജ്യത്തെ സൈന്യം അവരെ തടഞ്ഞു. നിരവധി കെട്ടിടങ്ങളാണ് ഭൂകമ്പത്തിൽ തകർന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോൾ മരണസംഖ്യ ഉയരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വാർത്തകൾ ശേഖരിക്കാൻ പോയ മാധ്യമപ്രവർത്തകരെയാണ് സൈന്യം അനുമതി നിഷേധിച്ചത്. വിദേശ മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ വരാനോ താമസിക്കാനോ അന്വേഷണം നടത്താനോ അനുവാദമില്ലെന്ന് അവർ മനസ്സിലാക്കണമെന്ന് രാജ്യത്തിന്റെ സൈനിക വക്താവ് സോ മിൻ ടുൻ പറഞ്ഞു. സാധാരണയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പ്രാദേശികമായി വളരെയധികം ബഹുമാനമുണ്ട്. പക്ഷേ മ്യാൻമാറിൽ അങ്ങനെയല്ല. വിദേശ പത്രപ്രവർത്തകർക്ക് പൂർണ്ണ വിലക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 28-ന് മ്യാൻമാറിൽ അതിശക്തമായ ഭൂകമ്പമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നു വീണത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. ഇതിനകം തന്നെ രാജ്യം ആഭ്യന്തര യുദ്ധത്തെയും അഭിമുഖീകരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭൂകമ്പം ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ 100 പേർ മാത്രമേ മരിച്ചുള്ളൂ എന്നും 100 ആളുകളെ കാണാതായെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായതോടെ മരണസംഖ്യ വർദ്ധിച്ചു. കണക്കനുസരിച്ച് ആകെ മരണസംഖ്യ 2056 ആണെന്നും കണക്കുകൾ പ്രകാരം മരണസംഖ്യ ഇനിയും ഉയരുമെന്നും 3000-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും രാജ്യത്തെ സർക്കാർ റിപ്പോർട്ട് ചെയ്തു. മ്യാൻമാറിൽ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾ കൂടി രക്ഷാപ്രവർത്തനങ്ങൾ തുടരും. ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശമാണ് മണ്ഡൽ. സാഗയിങ്, മണ്ഡലെ, മക്വെ, ഷാൻ, നെയ്പീതാവ്, ബാഗോ മേഖലകളിലും സാരമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തിനെതിരെ നിരവധി സായുധ ഗ്രൂപ്പുകൾ പോരാടുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്.